ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്താ വാട്ടി തൂക്കം മുടിയുമാ? നിങ്ങൾക്ക് എന്താ തോന്നണേ? ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ലേ, കാണാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ട്രെയിലർ കണ്ടോ? കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ദുൽഖർ സൽമാൻ ഈസ് കമ്മിങ് ബാക്ക് ടു മലയാളം ആഫ്റ്റർ 2023. അതായത് കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖറിൻ്റെ മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമ. ഇത് തൂക്കണം. ആക്ച്വലി തൂക്കുമോ എന്നൊരു ചോദ്യമല്ല, ഇത് തൂക്കണം. കാരണം വലിയ ഫെയിലിയർ ആയിരുന്നല്ലോ കിങ് ഓഫ് കൊത്ത. ഭയങ്കരമായിട്ട് ട്രോളുകൾ ആ സിനിമയ്ക്ക് നേരെ ഉണ്ടായി. അത് അങ്ങനെ ഒരു പടമായിരുന്നു. ഊക്ക് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ദുൽഖറിനെ ആൾക്കാർ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗംഭീര കംബാക്ക് വേണം. ലോക വന്നു, അതൊരു ഗംഭീര സിനിമയായിരുന്നു. അതിൽ DQ ക്യാമിയോ ആയിട്ട് നല്ല പരിപാടിയായിരുന്നു അതിൻ്റെ അകത്ത്. ബട്ട് മെയിൻ ലീഡായിട്ട് മൂപ്പരിത വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ്. ബാക്കി ട്രെയിലർ കണ്ടിട്ട് സംസാരിക്കാം. കം ഓൺ എവരിബഡി. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിന്റെ ചരിത്രത്തിൽ. ഇവിടെ ചിലർ വാഴും, ചിലർ വീഴും. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ്, തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത ഒരു രഹസ്യം ഗാംബ്ലിങ്ങിന്റെ ഏറ്റവും വലിയ സീക്രട്ട്. അവരെല്ലാം വിശ്വസിക്കുന്നത് ലക്കിലാണ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മുതൽ മൾട്ടി ബില്യനേഴ്സ് അടക്കം മൊത്തം ആളുകൾ ഇവിടുത്തെ പ്ലേയേഴ്സാണ്. ഇവിടെ പലതരം ബെറ്റിംഗ് ഉണ്ട്. ബട്ട് സ്പോർട്സ് ബെറ്റിംഗ് ഇസ് ഡിഫറെന്റ്. ഓരോ ടീമിനും ഓരോ പാറ്റേൺ ഉണ്ട്. അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ the game is easily predictable. Bring it on, boy! Dulquer Salmaan from the director of RDX. I'm chaos in a tailored suit. Wow, man, look it. What the fuck are you all looking at? Fuck you too! I'm League's worst habit. നമുക്കാക്കി ഫസ്റ്റ് ബാറ്റ്, ഫൈനൽ വിക്കറ്റ്. Doctor, I need your help. ജാൻ, പ്ലീസ് സ്റ്റോപ്പ്. ഞാൻ തന്നെ ഒരു പേഷ്യൻ്റ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് എ പേഷ്യൻ്റ്. I'm the last card you never saw. Loser. Loser? Loser? Psychiatric cop, you think I'm mad? I'm that emotional fool. Gambling-ലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുത് അതൊരു തത്വമുണ്ട്. Never give up. Never give up. I'm gonna settle everyone. Cheers. എനിക്കിഷ്ടമായി. എനിക്കിഷ്ടമായി. ரொம்ப போட்டு கன்ஃபியூஸ் பண்ணிக்காத. This is just a freaking entertainment. ஏண்டா மயக்கம் வருதா? Wow. Crushing pain. Say my name. August It's my game. എനിക്കിഷ്ടമായി. എനിക്കിഷ്ടമായട കുട്ട. എനിക്കിഷ്ടമായി. എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ ഇഷ്ടമാണ്. അതായത് ഡിഫറെൻ്റ് അറ്റംപ്റ്റ്സ്, അതായത് സ്പോർട്സ് ഡ്രാമ, ഗാംബ്ലിങ് കൈൻഡ് ഓഫ് സ്റ്റഫ്സ്. ഈ ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്നത് ജന്നത്താണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി ഇൻ ബോളിവുഡ്, ജന്നത്ത്. അതിൽ എന്താ പറയുക, മൂപ്പര് ഗാംബ്ലിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നൊരു പരിപാടി. എനിക്ക് സിനിമ വർക്കായി കഴിഞ്ഞാൽ നൈസ് സ്ക്രിപ്റ്റും പരിപാടിയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും മോനെ ഈ ഒരു ജോണറിൽപ്പെട്ട സാധനം നല്ല രസമായിരിക്കും കണ്ടിരിക്കാൻ. എനിക്കിഷ്ടപ്പെട്ടു ട്രെയിലർ. ഐ റിയലി ലവ് ദ ട്രെയിലർ. എനിക്ക്
എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഈ സിനിമയുടെ കേസിൽ. അതിപ്പോൾ ട്രെയിലർ കണ്ടിട്ട് പറയുന്നതല്ല. മാൻ നഹാസ് അതിന് മുമ്പ് ഇതിൻ്റെ പോസ്റ്റർ എങ്ങോട്ടോ വന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഐ മീൻ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട്. RDX പോലൊരു സിനിമ നമുക്കറിയാം. ആ സമയത്ത് ഈ നീരജിൻ്റെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു പടം ഇറങ്ങുന്നതിന് മുമ്പ് വരെ. പക്ഷെ പടം ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തത് നീരജാണ്. ഓക്കെ, അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ അകത്ത് ഓരോ അട്ടി ഓരോ സാഹചര്യത്തിൽ പൊട്ടിയപ്പോഴും നമ്മൾ ഇവിടെ ഇരുന്ന് ആഗ്രഹിച്ച സമയത്ത് തന്നെയാണ് അവിടെ പൊട്ടിയത്. ദാറ്റ് മീൻസ് പറഞ്ഞതിൻ്റെ അർത്ഥം നഹാസ് നല്ല രീതിയിൽ പണി അറിഞ്ഞ് ക്യാരക്ടറിനെയും സാഹചര്യത്തെയും പ്ലേസ് ചെയ്യാൻ ബുദ്ധിയുള്ളൊരു ചങ്ങാതിയാണ്, അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു ചങ്ങാതിയാണ്. അപ്പോൾ RDX തന്നെ വലിയൊരു പ്രൂഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ട്രെയിലറൊക്കെ ഇപ്പോൾ വന്നതല്ലേ, എനിക്ക് ഓൾറെഡി ഈ പടത്തിൻ്റെ പരിപാടി വന്ന സമയത്ത് തന്നെ എനിക്കിത് നന്നാവുന്നൊരു പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടായിരുന്നു. ബിക്കോസ് പണി അറിയാവുന്നൊരു ചങ്ങാതിയാണ്. അങ്ങനെ ഒരാളുടെ കയ്യിൽ DQനെ കിട്ടുന്നു. DQൻ്റെ സ്റ്റൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വാഗ് ആയിക്കോട്ടെ അതെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു സാധനമായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഇതും RDXന് ശേഷം ഒരു ഗംഭീര സിനിമയായിട്ട് മാറട്ടെ നഹാസിൻ്റെ. അതേപോലെ തന്നെ കിങ് ഓഫ് കൊത്തയുടെ ക്ഷീണം മാറ്റുന്ന തരത്തിലുള്ളൊരു കൈൻഡ് ഓഫ് പരിപാടി ആവട്ടെ ഐ എം ഗെയിം ഫോർ ദുൽഖർ സൽമാൻ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഉഷാറാവും. എനിക്ക് പ്രതീക്ഷയുണ്ട് ഐ എം ഗെയിമിൻ്റെ കേസിൽ. എനിക്ക് പ്രതീക്ഷയുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് മൊത്തത്തിലുള്ള കളർഫുൾ പരിപാടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് എടുത്തു വെച്ചിരിക്കുന്ന സാധനം വലിയ സ്കെയിലിൽ ഇപ്പോൾ ട്രെയിലറിൽ എന്തൊക്കെയോ പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ഗാംബ്ലിങ് സംഗതിയാണെന്നുള്ളത് ഓൾറെഡി അറിയാം. ഗാംബ്ലിങ് ക്രിക്കറ്റ് സാധനമുണ്ട്, കാസിനോ, പിന്നെ ഇപ്പോൾ ഇതിൽ കണ്ടപ്പോൾ DQ എന്താ പേഷ്യൻ്റ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് പേഷ്യൻ്റ്, എന്താണ് പരിപാടി, സൈക്കാട്രിക് സംഗതി അറിയില്ല. ബട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ക്യാരക്ടർ കൂടുതൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നല്ല രീതിയിൽ ആക്ച്വലി ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. സോ എനിക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു ഏരിയയാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഈ ട്രെയിലറിൽ കണ്ടായോ, അതായത് ഞാൻ ഗാംബിൾ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആസ് എ പ്രേക്ഷകൻ സിനിമ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് രീതികൾ എക്സ്പ്ലോർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സോ എനിക്ക് വിശ്വാസമുണ്ട് ഈ പടത്തിൻ്റെ കാര്യത്തിൽ. ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് ഐ മസ്റ്റ് യൂസ് ദ ടേം ക്യൂരിയസ്. ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഒരുപാട് വിഷ്വലി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നഹാസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. അപ്പോൾ ബാക്കി സിനിമ വരുന്ന സമയത്ത് കണ്ടറിയാം. ഐ തിങ്ക് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നണത് இந்த വാട്ടി തൂക്കം മുടിയും. മേ ബി ഇത് എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും ഭയങ്കരമായിട്ട് വർക്ക് ആവാൻ സാധ്യതയുള്ള പടമായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല. ബിക്കോസ് ഫാമിലി ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതൊരു വലിയ കാറ്റഗറിയാണ്, അതൊരു വലിയൊരു വമ്പൻ കാറ്റഗറിയാണ്. അപ്പോൾ ഇതൊരു സ്പോർട്സ് ഡ്രാമ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഗാംബ്ലിങ് കൈൻഡ് ഓഫ് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിഫറെൻറ്റ് സ്റ്റഫ് അല്ലേ. അപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇത് ഭയങ്കരമായൊരു കുത്തിക്കയറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് ഫാമിലി ഓഡിയൻസ് അറിയില്ല, അവരുടെ താല്പര്യം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവർക്കിത് എങ്ങനെ വർക്ക് ആവും, ഡൈജസ്റ്റ് ആവും എന്നുള്ളത് കണ്ടറിയണം. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പ്രേക്ഷകൻ ഐ ആം റിയലി എക്സൈറ്റഡ് ടു ഐ ആം റിയലി വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നൊരു മൂവിയാണ്. സോ ഗംഭീരാവട്ടെ. എനിക്കിത് വളരെ ആകാംക്ഷ തോന്നുന്നു ഇത് പെട്ടെന്നൊന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട്. ആ സമയങ്ങളിൽ എന്തോരം പടങ്ങൾ ഇറങ്ങണേ. ലിവിൻ്റെ പടമുണ്ട്, ഈ പടം ഐ എം ഗെയിം, ഖലീഫ, പിന്നെ ഓഗസ്റ്റ് 14 ഞാൻ ഹിന്ദിയിൽ കാത്തിരിക്കുന്നൊരു സിനിമയുണ്ട് അവാരാവൻ 2. ഞാൻ എല്ലാം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ്. തിയേറ്ററിൽ തന്നെ പോയി പെറ്റിയെടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഐ എം റിയലി ഹാപ്പി ആസ് എ പ്രേക്ഷകൻ. ഞാൻ പോയി പെറ്റിയെടുക്കാം. എല്ലാം നന്നായി കഴിഞ്ഞാൽ അത്രയും സന്തോഷം. എല്ലാം പ്രതീക്ഷ തരുന്ന സിനിമകൾ തന്നെയാണ്. എല്ലാം ഭയങ്കര പ്രതീക്ഷ തരുന്ന സിനിമകളാണ്, ചെറുതെന്നല്ല, എല്ലാം നല്ല രീതിയിൽ പ്രതീക്ഷ തരുന്ന സിനിമകളാണ്. സോ എല്ലാം ഗംഭീരമാവട്ടെ. റെഡി ടു സ്പെൻഡ് മണി ഫോർ മൂവീസ്.
ബട്ട് അതിനനുസരിച്ചിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും തന്നെയാണ് തോന്നുന്നത്. കിട്ടട്ടെ. ഡിവിൻ്റെ പടമൊക്കെ സൈലൻറ്റ് ഹിറ്റായിരിക്കും മിക്കവാറും. ഖലീഫിന്റെ ട്രെയിലറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. വരട്ടെ. ഐ ആം ഗെയിം എന്തായാലും എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ரொம்ப பிடிச்சாச்சு. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.